ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവാം ദൈവത്തിന് നമ്മളെ സഹായിക്കുവാൻ ഇന്നേ ദിവസം സാധിക്കും. പരിശുദ്ധാത്മാവാം ദൈവത്തെ നമ്മുടെ സഹായകനായിട്ടാണ് ഈശോ നമുക്ക് നൽകിയത്. പുത്രനാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവത്തെ നമുക്ക് സഹായകനായിട്ടാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും. ഐ വിൽ ഗിവ് യു എ ഹെൽപ്പർ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ ദിവസങ്ങൾ, നോയമ്പിൻ്റെ ഈ ഒരു സമയം, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വാസ്തവത്തിൽ നമ്മൾ പുതിയ നിയമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഉപവാസത്തിൻ്റെ പ്രാധാന്യം എന്താണ്. അതൊരു പരിശുദ്ധാത്മാവിനെ കൂടുതൽ അനുഭവിച്ചറിയുന്നതിനും ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും നോയമ്പും ഒക്കെ ദൈവം നമ്മൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. പൗലോസ്ലീഹാനെ ശുശ്രൂഷയിലേക്കൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഉപവാസത്തിലൂടെ അവർ ഉപവസിക്കുന്നത് പുതിയ നിയമത്തിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടിയല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. പലപ്പോഴും നമ്മളൊക്കെ ഉപവാസം എന്ന് കേൾക്കുമ്പോൾ 3 ദിവസം ഉപവാസം, 2 ദിവസം ഉപവാസം, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. അങ്ങനെ മാറ്റിവെച്ചാൽ ദൈവം എന്തെങ്കിലും എനിക്ക് നൽകും എന്നൊരു കാഴ്ചപ്പാടിൽ നിന്ന്, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല. എനിക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം തന്നതിലൂടെ, യേശുവിലൂടെ എല്ലാം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ക്രൂശിൽ യേശു നിനക്കായി സകലതും പൂർത്തീകരിച്ചു, തന്നെ ദാനമായി നൽകി, അല്ലേ? പരിശുദ്ധ കുർബാനയിലൂടെ എല്ലാം നമുക്ക് യേശുവിന്റെ കുരിശുബലിയിലൂടെ തന്നു കഴിഞ്ഞേക്കുവാണ്. ജീവനും സമൃദ്ധിയും, ദൈവിക ജീവന്റെ സമൃദ്ധി നമുക്ക് ലഭിച്ചിരിക്കുക, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിരിക്കുക. എന്നാൽ നമ്മൾക്ക് വേണ്ടി സ്വയമേ സമർപ്പിച്ച് സ്വന്തം ജീവനെ നൽകിയവനെ, നമ്മളെ സ്വന്തമാക്കിയവനെ സ്വന്തമാക്കാനുള്ള ഈ യാത്രയിൽ, അല്ലെങ്കിൽ ഈശോനെ കൂടുതൽ അറിയുവാനുള്ള ഈ യാത്രയിൽ നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തിപ്പെടുകയാണ്. ഈശോ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയുടെ കർത്താവ് നമുക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞ ആ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കണ്ടേ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിതത്തിൽ മുമ്പോട്ട് പോകണ്ടേ? ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നിറയപ്പെട്ട് മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഉപവാസവും പ്രാർത്ഥനയും. അതായത് വെൻ യു ആർ ബീയിങ് വിത്ത് ഗോഡ്, യഥാർത്ഥ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിലുള്ള ശ്രമത്തിൽ ഭക്ഷണത്തെ വർജിക്കുന്നതിനും അപ്പുറമായിട്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, നമ്മൾ വചനം വായിച്ച് പ്രാർത്ഥനയിലൂടെ ഈശോയുടെ വചനം കേട്ടുമൊക്കെ കർത്താവിനോടൊപ്പം നമ്മൾ സമയം ചെലവിടുമ്പോൾ ഈ ഭക്ഷണവും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോകും. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങ് ലയിച്ചിരിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇത്രയും മണിക്കൂർ ഞാൻ വചനം വായിക്കുമായിരുന്നല്ലോ, ഇത്രയും നേരം എൻ്റെ കർത്താവിനെ ആരാധിക്കുമായിരുന്നല്ലോ, ആ ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തിലുള്ള ആ വളർച്ചയിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ മറന്നുപോയി ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന അപ്പസ്തലന്മാരൊക്കെ പൗലോസ്ലീഹാനെ ശുശ്രൂഷയിലേക്ക് സഭ തിരഞ്ഞെടുക്കുന്ന സമയം അവർ വളരെയധികം പ്രാർത്ഥനയിൽ ഉപവാസത്തിലായിരുന്നു. ആ ഉപവസിച്ച് ഈശോയോടൊപ്പം വചനത്തോട് ചേർന്ന് അവരായിരുന്ന സമയത്ത് ദേ കുഡ് ഹിയർ ഗോഡ് ബെറ്റർ. ദൈവത്തിൻ്റെ മെസ്സേജുകൾ അവർക്ക് വളരെ ഷാർപ്പായിട്ട് കേൾക്കുവാൻ സാധിച്ചു. ഹല്ലേലൂയ, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിൽ നടക്കാതിരിക്കുമ്പോൾ ചർച്ച് നിർജീവമായി പോവുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവാൻ ദൈവം ഇന്ന് ഭൂമിയിൽ നമ്മളെ സഹായിക്കുവാനായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങൾക്ക് ഡെലിവറൻസ് നൽകുവാൻ ക്രൂശിൽ യേശു സകലതും പൂർത്തീകരിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയാണ്, ഡൊമീനിയനിലൂടെയാണ്. ഈശോ ക്രൂശിൽ എന്താണ് ചെയ്തു കഴിഞ്ഞത് എന്നുള്ള രഹസ്യം വെളിപ്പെടുത്തുമ്പോഴാണ് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം നമ്മളുടെ മുൻപിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കൊറിന്തോസുകാർക്ക് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ, ഇന്നത്തെ ഈ ഒരു ലൈവിൻ്റെ ഉദ്ദേശം തന്നെ ഈ നോയമ്പ് അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് പലർക്കും അറിയാമല്ലോ. അതൊന്ന് വ്യക്തമാക്കി കൊടുക്കണമെന്ന് ഈശോ എൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനം നൽകി. അപ്പം അത് നോയമ്പ് നോക്കുന്നതും ഉപവസിക്കുന്നതും
ഉപവാസത്തിലൂടെ ആയിരിക്കുന്നത്. അപ്പം ഈ നമ്മളെല്ലാവരും ഈശോയിലേക്കുള്ള യാത്രയിലാണ്. അതായത് ദർ വിൽ ബി എ ഡേ, ഒരു ദിവസം ഒന്നെങ്കിൽ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അരിയിലേക്ക് കടന്നു പോകും. ആ ഒരു സമയത്ത് ഈ ഭൂമിയിലുള്ള സകലതും നമ്മളെ ഒന്നും സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആഗ്രഹം ക്രിസ്തു മാത്രമായിരിക്കണം. ക്രിസ്തുവിൽ ലയിക്കുക, ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക, ഡിറ്റാച്ചിങ്. ഈ ഭൂമിയിൽ നിന്നെ ഇന്ന് ക്ലിങ് ചെയ്തിരിക്കുന്ന സകലത്തിൽ നിന്നും നിന്നെ ഡിറ്റാച്ച് ചെയ്ത് ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. പ്രൈസലോ. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പറയോ എന്നാ ദൈവമേ, മനസ്സിൽ ഭയം വരുന്നുണ്ടെങ്കിൽ ആ ഭയം ഉള്ളിൽ നൽകുന്നത് ദുഷ്ടാരൂപിയാണ്. ആ ഭയത്തിൽ നിന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഈ ഭൂമിയിൽ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. പക്ഷെ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ നിറയപ്പെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനകത്ത് നമ്മൾ നിറയപ്പെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഭൂമിയിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അഫ്ലിക്ഷൻസും ഇതെല്ലാം നമ്മളെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യും, ഇങ്ങനെ മുറുകെ പിടിക്കും. മക്കളുടെ പ്രശ്നങ്ങൾ, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ, അപ്പൻ്റെ അമ്മയുടെ സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മളിങ്ങനെ വരിഞ്ഞു മുറുക്കുക. ഇതിങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഭൂമി നൽകുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും തെരഞ്ഞെടുത്ത വ്യക്തിയാണോ നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ സഹോദരങ്ങൾ, മക്കൾ, ജീവിത പങ്കാളി പോലും ഒരു നിയോഗം പോലെ വന്നതല്ലേ? അല്ലേ? ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു നിയോഗമായിട്ട് ജീവിതത്തിൽ വന്നേക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയിൽ നിന്നും ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഇങ്ങനെ പല വിഷമങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുമ്പോൾ ദൈവവചനം നമ്മളെ വിളിക്കുക, പരിശുദ്ധാത്മാവിൽ നിറയുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ മുഖത്ത് പോലും ആ തേജസ്, അതായത് ആത്മാവിൽ നിറയുന്ന ദൈവമഹത്വം നമ്മുടെ മുഖത്ത് പോലും പ്രതിഫലിക്കും. നമുക്കിതിൽ നിന്നെല്ലാം ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിലനിന്ന് ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഈ അഫ്ലിക്ഷൻസും വേദനകൾക്കും നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ. ചില വ്യക്തികൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അവർക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കെയർ ഹോമുകളിലൊക്കെ കുറേ വർഷങ്ങൾ വർക്ക് ചെയ്ത കുറേ മനുഷ്യർ അവരവസാന സമയത്ത് മരണത്തിലേക്ക് അവർ കിടക്കുമ്പോൾ അവരെ ഒരുക്കി ദൈവത്തിലേക്ക് കടത്തി പറഞ്ഞു വിടാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എത്രയോ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അത് പല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. പള്ളിയിലച്ചന്മാരുണ്ട്, ബിഷപ്പുമാരുണ്ട്, പെന്തക്കോസ് പാസ്റ്റർമാരുണ്ട്, ഒന്നും വിശ്വാസം ഇല്ലാത്തവരുണ്ട്, പലതരത്തിലുള്ള മനുഷ്യർ, ക്രോണിക് ആൽക്കഹോളിക് ആയിട്ടുള്ള മനുഷ്യരുണ്ട്, ഡിപ്രഷൻ, ഡിമെൻഷ്യയും മാനസിക രോഗമുള്ള മനുഷ്യരുണ്ട്, എത്രയോ മനുഷ്യരുണ്ട്. അപ്പം അവരൊക്കെ ഈ ഒരു ടൈമിലേക്ക് ഫേസ് ചെയ്യും. വലിയ സമ്പന്നരുണ്ട്, ദരിദ്രരായിട്ടുള്ളവരുണ്ട്, എല്ലാം സെയിം പ്രൊസീജിയറിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ആ സമയത്ത് അവരെ സഹായിക്കാൻ ഒരൊറ്റ ഫാക്ടറിന് മാത്രമേ പറ്റത്തുള്ളൂ. എന്നാണെന്നറിയോ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു മഹത്വം. അപ്പം ആ ഒരു സമയത്ത് പലപ്പോഴും മനുഷ്യരിങ്ങനെ ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കും. ചില വ്യക്തികളുടെ വേദന മക്കളാരും വരുന്നില്ലല്ലോ, അവരാരും എടുത്തില്ലല്ലോ. ചില വ്യക്തികളുടെ വേദന അവരുടെ ജീവിതത്തിൽ വന്നുപോയ മിസ്റ്റേക്ക്, ചില വ്യക്തികളുടെ വേദന അവർക്ക് ചില ആസക്തികളാകും, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് ഈ ഭൂമിയിലുള്ള അഫ്ലിക്ഷനിൽ നിന്ന് നമ്മളെ അതിന് മുകളിൽ ദൈവമഹത്വത്തിൽ നിറഞ്ഞുള്ള ഒരു ആത്മതലത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നത്. ദൈവമഹത്വത്തിൽ നിറഞ്ഞുള്ള ഈ ഒരു ആത്മതലത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ നിന്നൊരു ശക്തി അവരെ ഡയറക്റ്റ് ചെയ്യുന്നു. എ ഡിവൈൻ പവർ ദാറ്റ് കംസ് ഫ്രം ഹെവൻ. ആ പവർ നമുക്കുണ്ടെങ്കിലേ ഉള്ളൂ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ആ പവറിൻ്റെ ശക്തിയും ഈ ഭൂമിയിൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. നമ്മൾ അപ്പസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പൗലോസ്ലീഹായും സീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഈശോനെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്ന് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. ഇത്തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടുന്നതിന് വേണ്ടിയാണ് സഭ നമുക്ക് ഉപവാസവും നോയമ്പും പ്രാർത്ഥനകളൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം നോയമ്പൊക്കെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ജഡത്തിൻ്റെ ശക്തിയിലാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടാനാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോയാൽ അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. കാരണം ക്രിസ്തുവിലൂടെ ദൈവം എല്ലാം നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ്
പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ദൈവം ഉപവാസം തന്നിരിക്കുന്നത്? ആത്മാവിൽ ദൈവശക്തി നിറയുവാൻ. ഹല്ലേലൂയ. ഉപവാസം നോയമ്പും ഒക്കെ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയല്ല. ദൈവം നമുക്ക് എല്ലാം പരിശുദ്ധ കുർബാനയായി യേശു തീർന്നതിലൂടെ തന്നു കഴിഞ്ഞു. ഇതാണ് ക്രിസ്ത്യൻ ഫണ്ടമെന്റൽ ടീച്ചിങ്. റോമ 8:32 നമ്മൾ കാണുന്നതാണ്. സ്വന്തം 8:32 സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി യേശുവിനെ ഏൽപ്പിച്ചു തന്നു. അതോടുകൂടി ഈശോയോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പക്ഷെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഉയർത്തണം. ദൈവത്തിന്റെ സ്വർഗീയ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയർന്നു വരുന്നതിന് ആത്മാവിന്റെ ശക്തി നമ്മളിൽ കൂടുതൽ നിറയപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം ആ ദൈവികമായ ഡയറക്ഷനിൽ മുൻപോട്ട് കടന്നു പോകാൻ ഇടയായിത്തീരും. ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ ഇംഗ്ലണ്ടിലെ ചില സ്ഥലത്തു കൂടെ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇത് അഫ്ഗാനിസ്ഥാനാണോ പാകിസ്ഥാനാണോ എന്ന് ഓർത്തു. നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, റെഫ്യൂജികൾ ഒരുപാട് പേര് കാബൂളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ട് ഇവരെല്ലാം സ്വാഗതം ചെയ്തു. ഇംഗ്ലണ്ടും അയർലൻഡും ഫ്രാൻസും ഒക്കെ സ്വാഗതം ചെയ്തു. പക്ഷെ ആ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർ എങ്ങനെയാണോ കാബൂളിൽ ജീവിച്ചത്, എങ്ങനെയാണോ പാകിസ്ഥാനിൽ ജീവിച്ചത്, എങ്ങനെയാണോ തമിഴ്നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത്, അതേപോലെ തന്നെയാണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വഴി മുഴുവൻ ചപ്പും ചവറുകളും കാര്യങ്ങളും എല്ലാം വൃത്തികനായിട്ടിരിക്കും. അവിടെ മുനിസിപ്പാലിറ്റി എത്ര വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും ചുരുക്കം സമയം കൊണ്ട് എല്ലാ സാധനങ്ങളും വഴി നിറയും. നിങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. അതേ ഒരു എന്താ പറയുന്നത്, ഇംഗ്ലണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പോയിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ വീഡിയോസിലൂടെയെങ്കിലും ടി വിയിലൂടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതേ സ്ഥലത്ത് അവരെവിടെ നിന്ന് വന്നോ അത് അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മളെ സ്വർഗീയമായ ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. നമ്മളുടെ ഇടയിലോട്ട് താണ ഭൂമിയിലേക്ക് നമ്മളെപ്പോലെ ഒരുവനായി ദൈവം തന്നെ താഴ്ത്തി ശൂന്യനാക്കി നമ്മുടെ ഇടയിലേക്ക് വന്ന എന്തിനാ? നമുക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ക്രൂശിൽ അവിടുന്ന് സകലതും പൂർത്തീകരിച്ചത് നമ്മൾ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ വീണ്ടും കിടക്കാനല്ല. പാപത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ഇനി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തണം നമ്മളെ. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. യേശുവാരെ. എനിക്ക് വളരെ ദുഃഖമുണ്ടായി ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. പല സ്ഥലത്തും ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ ഓർത്ത് പള്ളിയുടെ ചുറ്റുമൊക്കെ ചപ്പ് ചവറും കിടക്കുവാണ്. എന്ത് വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നതെന്ന് അറിയോ. അതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ കൊണ്ട് ഡംപ് ചെയ്തും ഒക്കെ ആയിട്ട് അവർ വന്ന കാബൂളിലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സെയിം രീതി വണ്ടിയൊക്കെ ഓടിക്കുക എല്ലാം അങ്ങനെ തന്നെ. ചില സ്ഥലമൊക്കെ തമിഴ്നാട് പോലെ ആയിരിക്കും. ഞാൻ അവരെ വിമർശിച്ചതല്ല കേട്ടോ. അവർക്ക് ചിലപ്പോൾ മാറാൻ പറ്റുന്നില്ലായിരിക്കും. ഞാനതൊരു മാനുഷിക ഉദാഹരണമായിട്ട് എടുത്ത് പറയുന്നതാണ്. ഞാൻ അവർ വന്ന റെഫ്യൂജികളെല്ലാം കളിയാക്കുകയോ വിമർശിക്കുകയോ ചെയ്തതല്ല. നമ്മുടെയൊക്കെ ജീവിതം സ്വർഗം കാണുന്ന സ്വർഗത്തിന്റെ എക്സ്പെക്ടേഷൻ ഉണ്ട് നിന്നെക്കുറിച്ച്. സ്വർഗം ഈശോ ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു സകലതും പൂർത്തീകരിച്ചു, നിന്നെ വീണ്ടെടുത്തു, നീതീകരിച്ചു. സ്വർഗത്തിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ അല്ലെങ്കിൽ പറയണേ. ഇനി സ്വർഗത്തിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? നീ സ്വർഗത്തിന്റെ ആ സ്വർഗീയ സ്റ്റാൻഡേർഡിലേക്ക് നീ ഉയർന്നു വരുന്നതിന് വേണ്ടിയാണ് സ്വർഗം ഈ ഭൂമിയിൽ ഈശോനെ നമുക്കായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 1 കൊറിന്തോസ് 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുകയാണ് അതിൻ്റെ 4-ാം വാക്യത്തിൽ, എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവത്തിൻ്റെ ശക്തിയാകാനായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്നുള്ള ഒരു റിയാലിറ്റിയെ പൗലോസ്ലീഹ വ്യക്തമാക്കി തരികയാണ്. ദൈവത്തിൻ്റെ ശക്തി. ഇനി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടാൻ? നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ജഡികാസക്തി, ഒരു ഭക്ഷണത്തോടുള്ള ആസക്തിയാകാം, ചിലപ്പോൾ ലൈംഗിക മേഖലയിലുള്ള ഒരു ആസക്തിയാകാം, ജഡത്തിൻ്റെ ചില മേഖലകളിലുള്ള ആസക്തികളാകാം. ഇതിനെ എത്ര നോക്കിയിട്ടും അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ക്രൂശിൽ ഈശോ നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു. യു ആർ ഫോർഗീവൺ ബൈ ഹിം. നിന്നോട് ദൈവം ക്ഷമിക്കുന്നു. ഇനി ആ ക്ഷമയെ സ്വീകരിച്ച് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ആത്മാവിന്റെ ശക്തിയിൽ വർദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിനക്ക് ആ ബലഹീനതകളുടെ മേൽ ഒരു വിജയമുണ്ട്, ഒരു വാഴ്ചയുണ്ട്. ഇന്ദ്രിയങ്ങളെ ജയിക്കുവാനുള്ളൊരു കൃപ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകും. ആ ഒരു കൃപയിൽ നിന്ന് ജീവിക്കുമ്പോഴാണ് ഈ ബലഹീനതകളുടെ മേലും ദുഷ്ടാരൂപികളുടെ മേലുമുള്ളൊരു വാഴ്ച, ആ ഒരു വാഴുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അപ്പൊ എന്തിനാ സഭ ആദിമസഭ മുതൽ ഈ ഉപവാസം എന്നുള്ള കാര്യം സഭയിൽ കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡികമായ തലങ്ങളിൽ നിന്ന് ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് ജഡിക തലത്തെയും ദുഷ്ടാരൂപികളുടെ മേലും ക്രിസ്തു നേടിയ വിജയത്തിനകത്ത് നിന്നുകൊണ്ട് വാഴുവാൻ,
അത് ക്രിസ്തുവിനോട് ചേർന്ന് വാഴുവാനുള്ള കൃപയാണ്. ഇന്ന് നിങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, നിങ്ങൾ നമ്മളിങ്ങനെ 100 സ്ഥലത്തോട് നടക്കാറുണ്ട് അല്ലേ? ഇന്ന് അതിൽ നിന്ന് ദൈവം ഒരു റെവലേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. ഡെലിവറൻസിന് വേണ്ട വില മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നിങ്ങളൊരു ബൊഫേ കഴിക്കാൻ പോവുക, ഫുഡെല്ലാം അവിടെ ഇരിപ്പുണ്ട്, എടുത്ത് കഴിക്കുക. എടുത്ത് കഴിക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ബൊഫേ പോയി കഴിയുമ്പോൾ ബൊഫേ അവിടെ ഇരിക്കണം, ഇങ്ങനെ നോക്കിക്കണ്ടു പോവുകയാണോ? വിശക്കുന്ന ആൾക്കാർ എടുത്ത് കഴിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ കർത്താവിനോട് ചേർന്നിരുന്ന പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ യേശു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതിൻ്റെ മുഴുവൻ അഭിഷേകവും നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാര് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോൾ അവർ ഓടി നടന്നില്ല. പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോൾ അവർ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ, സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളിലൂടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവിടെ ദൈവത്തിന്റെ ശക്തി അവർക്ക് വേണ്ടി കടന്നു വരുവാനിടയായി തീർന്നു. അവരുടെ മരണസമയത്ത് പോലും അവർ ആത്മാവിന്റെ അഭിഷേകത്തിലായിരുന്നു. ആത്മാവിന്റെ ശക്തിയിൽ അവർ അടുത്ത തലത്തിലേക്ക് അവര് എന്താ പറയുന്നത്, അത് ജയത്രയാത്രയായിരുന്നു അവരതിനുവേണ്ടി കൊതിച്ച് ജയത്രയാത്ര നടത്തുകയായിരുന്നു. എല്ലാവരും കർത്താവിനെ രക്തസാക്ഷിത്വത്തിലൂടെയൊക്കെ മഹത്വപ്പെടുത്തി. പക്ഷെ അതൊരു പരാജയമല്ലായിരുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്തിലുള്ള ജയത്രയാത്രയായിരുന്നു, വിജയിച്ചൊരു യാത്രയായിരുന്നു. അതുവരെ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ ശക്തിയിലൂടെ വലിയ കാര്യങ്ങൾ ഈശോ ഈ ഭൂമിയിൽ ചെയ്തു. ഇന്ന് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് 2025 വന്നപ്പോൾ ഇതെല്ലാം ഒരു ആചാരം പോലെയൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ഒരു സ്കെൽട്ടൺ പോലെ കൊണ്ടുപോകും. അങ്ങനെയല്ല. ഇതിൻ്റെ റിയൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള തലത്തിലേക്ക് ഉയർന്നു വരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിന് ആഗ്രഹമാണ്. ഇന്നും പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ട്. ഞാനിത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് എനിക്ക് കുറേ തിരക്കുകൾ, ഒരു ശുശ്രൂഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഈ ഒരു മെസ്സേജ് അനീഷ് ഇന്ന് കൊടുക്കണം. അത്രമാത്രം എൻ്റെ ഉള്ളിൽ ഒരു പുള്ളിങ് വന്നുകൊണ്ടാണ് ഞാനിന്ന് വന്ന് ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിലൊരു പുള്ളിങ് തരാൻ ഞാൻ വന്ന് ഒരിക്കലും ലൈവ് വരാറുള്ളതല്ല. അപ്പം ഇന്ന് ഈ ഒരു മെസ്സേജ് എനിക്ക് ഇത് കേൾക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളായിരിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയ സൂം പ്രയറിൽ ഒരു 2-3 ആഴ്ച മുമ്പ് ഈ ഒരു കാര്യം ഷെയർ ചെയ്തു. അന്ന് ഒരാൾ കുറേ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് എനിക്ക് ഉപവസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരു ദിവസം പോലും ഫുഡിലായിരിക്കാൻ പറ്റത്തില്ല, ഒരു മീലൊക്കെ സ്കിപ്പ് ചെയ്യുക, പക്ഷെ ഫുൾ ഡേ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആള് ഈശോയുടെ സന്നി നിർമ്മലമായി നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചു. വചനം തുറന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം എന്നോട് ഷെയർ ചെയ്ത് ഇങ്ങനെയാണ്, ഭക്ഷണത്തെക്കുറിച്ച് മറന്നുപോയി. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഭക്ഷണം മറന്നു ഉപവസിച്ചു. 3 ദിവസം ഭക്ഷണം കഴിച്ചില്ല. 3 ദിവസം പരിശുദ്ധാത്മ അഭിഷേകത്തിന് വെള്ളം മാത്രം കുടിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, അടുത്ത ദിവസം ഇവരെ ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ വിഷയത്തിന് ദൈവം വലിയ വിടുതൽ, സ്വർഗീയമായ വിടുതൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അപ്പം 3 ദിവസം ഉപവസിച്ചത് കൊണ്ടല്ല അത് നടന്നത്. കർത്താവ് ക്രൂശിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതാണ്. ക്രൂശിൽ വിടുതലിന് വേണ്ട വിലയെല്ലാം കൊടുത്തതാണ്. ആ ഒരു ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഹയർ ലെവലിലേക്ക് നമ്മൾ നടന്നു കയറും. ഞാൻ പറഞ്ഞ ഒരു ബൊഫയിൽ ഫുഡ് വെച്ചിട്ടുണ്ട്, ഫുഡ് എടുത്ത് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. അത് ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നടന്നു കയറുകയാണ്. അതിനുവേണ്ടിയാണ് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നത്. അല്ലാതെ ദൈവത്തിന് നമ്മളിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം ഫുഡ് കഴിക്കാതിരുന്നുകൊണ്ട് അവൻ ഫുഡ് കഴിക്കുന്നില്ല എന്നാൽ പിന്നെ അവനെ അനുഗ്രഹിച്ചേക്ക്, അങ്ങനെയല്ല. ഈ ഭൂമിയിൽ ഈശോ നിനക്ക് വേണ്ടി കടന്നു വന്ന് കൈകളിലേക്ക് കൂർത്ത ആളുകൾ കുത്തി തുളച്ച് മണിക്കൂറുകൾ ക്രൂശിൽ കിടന്ന് പടഞ്ഞ് നിനക്ക് വേണ്ടി മരിച്ചവനാണ് നിന്റെ കർത്താവിന് നിന്റെ വേദന അറിയാം, വിശപ്പിന്റെ വേദന അറിയാം, നിന്റെ ദുഃഖങ്ങൾ അറിയാം. കർത്താവ് ആഗ്രഹിക്കുകയാണ്, യേശു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ നിനക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി അവിടുന്ന് ചെയ്ത പ്രവൃത്തിയുടെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിൽ ഒന്ന് പിടിക്കപ്പെട്ട് കുറച്ച് ദിവസം യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ മറ്റെല്ലാം നിന്റെ ജീവിതത്തിൽ ഈ ഇന്ന് ലൈഫിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇതിന്റെ നടുവിലൊന്ന് ഉപവസിക്കുമ്പോഴുണ്ടല്ലോ, ഈ ഉപവാസത്തിന്റെ നടുവിൽ വലിയ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. സകലത്തിന് മേലും വാഴുവാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. മാത്രമല്ല ഈശോയുടെ 2ാം വരവിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കുവാണ്. ഈ കാലഘട്ടത്തിൽ 2ാം വരവെന്നുള്ളത് കേൾക്കുമ്പോൾ ചിരിച്ചു തള്ളിക്കളയേണ്ട ഒരു സംഭവം അല്ല. 2ാം വരവ്, പിന്നെ 2ാം വരവ് എന്ത് കോമഡിയാന്നുള്ളതല്ല, അങ്ങനെയല്ല. ഈശോയുടെ 2ാം വരവെന്നുള്ളത് നമ്മുടെ വിശ്വാസ സത്യമാണ്. ഇന്ന് റമദാനാണ്. മുസ്ലിങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ച് 1 മാസം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. മുസ്ലിങ്ങൾ എന്തിനാ ഉപവസിക്കുന്നത്? മുസ്ലിങ്ങൾ ഉപവസിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല. അവർ വിശ്വസിക്കുന്നുണ്ട് യേശുക്രിസ്തു വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവും. ആ പ്രത്യക്ഷീകരണത്തിൽ പോകണം എന്നുള്ള പ്രാർത്ഥനയാണ് മുസ്ലിങ്ങളുടെ പ്രാർത്ഥന. പക്ഷെ ഇസ്ലാം മതം തന്നെ ഉണ്ടായ സമയമെന്ന് പറയുന്നത്
ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറയപ്പെട്ടിരുന്ന സഭ, ആദിമ നൂറ്റാണ്ടിൽ നിറയപ്പെട്ടിരുന്ന സഭ, ആ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവ് സഭയിലുണ്ടായിരുന്നു, നമ്മുടെ നടുവിലുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യര് ജഡത്തിലേക്ക് കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദിമസഭയുടെ ആ ഒരു കാലഘട്ടത്തിൽ വളരെ മൈനോറിറ്റി ആയിരുന്നു ഈശോയിൽ വിശ്വസിക്കുന്നത്. വളരെ ചുരുങ്ങിയ മനുഷ്യരായിരുന്നു ഈ ഭൂമിയിലുണ്ടായിരുന്നത്. അവരെ റോമാക്കാരും ജൂതമതത്തിൽ വിശ്വസിക്കുന്നവരും, അതായത് ഈശോയൊക്കെ ജനിച്ചു വളർന്ന ആ സമൂഹം വളരെയധികം പീഡിപ്പിച്ചു. പക്ഷെ അവരുടെ നടുവിൽ സഭ അതിശക്തമായി തഴച്ചു വളർന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ. എന്നാൽ പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സമയത്ത് ചക്രവർത്തിക്ക് ഒരു വിഷൻ ഉണ്ടായി, ക്രോസിന്റെ വിഷൻ ഉണ്ടായി. ക്രിസ്ത്യാനിറ്റിയെ നാഷണൽ ഒഫീഷ്യൽ റിലീജിയനായിട്ട് ഡിക്ലെയർ ചെയ്തു. അതുവരെ പേഗൻ മതവിശ്വാസമായിരുന്നു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. വ്യത്യസ്ത ദൈവസങ്കല്പങ്ങളെയൊക്കെ ആരാധിച്ചു പോകുന്നിരുന്ന ഒരു സമൂഹത്തിലെ ഒരു 2 to 3% ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഈശോനെ അറിഞ്ഞ ക്രിസ്ത്യ വിശ്വാസത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ രാജ്യം, അതും പേഴ്സിക്യൂട്ടഡ് ക്രിസ്ത്യൻസ് ആണ്, അവർ ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിരുന്നു. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആ ക്രോസിന്റെ വിഷൻ കണ്ടു. പിന്നീട് ഒരു യുദ്ധത്തിന് പോയപ്പോൾ ആ യുദ്ധത്തിൽ ജയിച്ചു. അതിനുശേഷം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വന്നു, ഈശോയിലേക്ക് കടന്നു വന്നു. ക്രിസ്ത്യൻ ഫെയ്ത്തിനെ സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് ഡിക്ലെയർ ചെയ്തു. ആ സമയത്ത് ഒരു രാജാവ് അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ രാജാവിനെ അനുകൂലിച്ച് കുറേ മനുഷ്യരുണ്ട്. എല്ലാവരും യേശുവിനെ അറിഞ്ഞിട്ടുള്ളവരാകണമെന്നില്ല. അവരെല്ലാവരും സഭയുടെ ഭാഗമായി വന്നു. സഭയുടെ ഭാഗമായി വന്ന സമയത്ത് ഒരു വലിയ ഇഷ്യൂ അവിടെ ഉണ്ടായി. ഇഷ്യൂ ഉണ്ടായതെന്ന് വെച്ചാൽ സഭ അതിനെ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്തു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. 100 പേരുള്ള സ്ഥലത്ത് 4 പേരാണ് ക്രിസ്ത്യാനിയുള്ളത്, 96 പേര് വേറെ ആൾക്കാരാണ്. ഈ 96 ആൾക്കാരും ഒരൊറ്റ സുപ്രഭാതത്തിൽ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക്, ഒരു രാജാവ് ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. അവരെത്ര പേര് ഈശോനെ അറിഞ്ഞു, എത്ര പേര് ഈശോയുടെ സ്നേഹത്തെ മനസ്സിലാക്കി, എത്ര പേര് ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ അവരെല്ലാം ക്രിസ്ത്യ വിശ്വാസത്തിന്റെ ഭാഗമായി തുടർന്നുകൊണ്ടിരുന്നു. കാലങ്ങൾ കടന്നുപോയി. എന്നാൽ അതിനകത്ത് പലരും അവരുടെ പേഗൻ വിശ്വാസത്തിലെ പല രീതികളും ആചാരങ്ങളും അത് വിട്ടുപേക്ഷിക്കുന്നതിന് അവർ താല്പര്യം കാണിച്ചില്ല. അത് അവർ സീക്രട്ടായിട്ടും പരസ്യമായിട്ടൊക്കെ അത് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, കുറേ വർഷങ്ങൾ, 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് സഭ ഒരു വലിയ ചലഞ്ചസിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് ആ ചലഞ്ച്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ നടക്കുന്നത് വളരെ ചുരുങ്ങിക്കൊണ്ടിരുന്നു. ആ ചുരുങ്ങിയ സമയത്ത് ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞു. ജൂതന്മാര് ലോകം എങ്ങ് സ്കാറ്റേർഡ്, യുദ്ധങ്ങൾ നടക്കുന്ന സമയമാണ്. ജൂതവിശ്വാസം ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു. ജൂതവിശ്വാസമല്ല, ജൂതന്മാർ കേരളത്തിൽ, നമ്മളെ മട്ടാഞ്ചേരിയിലൊക്കെ വന്നു. ലോകം മുഴുവൻ ജൂതന്മാർ കടന്നുപോയി. ജൂതന്മാർ ചിതറിക്കപ്പെട്ടു. അവരെവിടെയുണ്ട്, എവിടെയാണ്, ഈ ഭൂമിയിൽ തന്നെ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയാമല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ ലോകം കടന്നുപോയി. റോമാ മതം വളരെ സുപ്രമസിയിൽ നിൽക്കുന്നു. എന്നാൽ പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് ശേഷം, ഇതിനിടയ്ക്ക് നീറോ ചക്രവർത്തി വന്നു, ഡയക്ലീഷ്യൻ വന്നു, അവരൊക്കെ സഭയെ പീഡിപ്പിക്കുന്നതാണ്. ഇതിനൊക്കെ സർവൈവ് ചെയ്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ ക്രിസ്ത്യാനിറ്റി ആ ദേശത്തിലെ ഒഫീഷ്യൽ റിലീജിയനായ സമയം മുതൽ പിന്നീട് വന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, അതായത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഉപവാസത്തിലും പ്രാർത്ഥനയിലും വളർന്നു വന്നുകൊണ്ടിരുന്ന സഭ മെജോറിറ്റി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക്, മെജോറിറ്റി ആയതല്ല, അത് ആ ഡിക്ലറേഷനിൽ ഞാൻ പറഞ്ഞല്ലോ, ഈശോനെ അറിഞ്ഞവരും അറിയാത്തവരും ക്രിസ്ത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ വലിയൊരു ചലഞ്ച് ഉണ്ടായി. ആ ചലഞ്ചിങ് സിറ്റുവേഷനിൽ അധികാര സീമകൾ മുതൽ എല്ലാ തട്ടുകളിലേക്കും പേഗൻ വിശ്വാസത്തിലുള്ള ആൾക്കാരുടെ വലിയൊരു ഒരു കടന്നുകയറ്റം ഉണ്ടായി. സ്പെഷ്യൽ സഭ അതിനെ സ്വാഗതം ചെയ്തു. കാരണം എന്താ? പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. പൗലോസ്ലീഹ സാവൂൾ എന്ന വ്യക്തിയെ പൗലോസാക്കി മാറ്റിയ പരിശുദ്ധാത്മാവിന്, ഇത് സഭയുടെ, സാർവത്രിക സഭയുടെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇവിടെ ശരി തെറ്റോ എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. സാർവത്രിക സഭയുടെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥന എന്താണ്? യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യന് വ്യക്തമാക്കി കൊടുക്കുന്നത്, വെളിപ്പെടുത്തി കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനായിട്ട് തുറന്നിട്ടിരിക്കുകയാണ് സഭയുടെ വാതിലുകൾ. എന്നാൽ സഭ ഒരു ചലഞ്ചിലൂടെ കടന്നു. ആ ചലഞ്ച് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ കുറഞ്ഞു വരുന്നു. പേഗൻ മതവിശ്വാസത്തിലെ ആചാരങ്ങളെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ, ഒരു 5-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ശക്തിപ്പെട്ടു. ഇപ്പൊ ജൂതന്മാരെ ഈ ഭൂമി മുഴുവൻ ചിതറിക്കപ്പെട്ടു. ഈ ഒരു ടൈമിലാണ് ഇസ്ലാം മതം ലോകത്ത് അന്ന് ക്രിസ്ത്യാനികൾക്കിടയിലേക്ക്
പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ആ ഒരു ടൈമിൽ 5-ാം നൂറ്റാണ്ടിന് ശേഷം കടന്നു വരും. അത് കൂടുതൽ സ്പ്രെഡായത് ക്രിസ്ത്യാനികൾക്കിടയിലേക്കാണ്. എന്താണ് അവിടെ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായിട്ട് മറ്റൊന്നുമില്ല. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. പഴയ നിയമത്തിലെ ആചാരങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് സർക്കംസിഷൻ. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അഗ്രചർമ്മം കണ്ടിക്കുന്ന ആ ഒരു അബ്രാഹത്തിൻ്റെ കാലഘട്ടം മുതൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണം, പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന എത്ര തവണ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ജൂതന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ആചാരങ്ങൾ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ വചനത്തിലൂടെ വ്യക്തമാക്കി ദൈവം കൊടുത്തു. ദൈവം ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു ലിംഗത്തിന്റെ അറ്റം ഛേദിക്കുന്നതല്ല. ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനിലെ ഈഗോ, ഹൃദയത്തിലെ ഞാനെന്ന ഭാവത്തെ പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ നീക്കം ചെയ്യുന്നതാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് സഭ ദൈവത്തിന്റെ രഹസ്യങ്ങളെ ഭൂമിയിൽ പങ്കുവെച്ചുകൊണ്ടിരുന്ന സമയത്ത് ജൂതന്മാര് സഭയ്ക്കുള്ളിലേക്ക് കയറി വന്നിട്ട് പറയാൻ തുടങ്ങി, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതും യേശു ക്രൂശിൽ സകലം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ജൂതന്മാരുടെ ആചാരമായിട്ടുള്ള ഈ ഒരു സർക്കംസിഷൻ ചെയ്യണം. അതുപോലെ തന്നെ യോം കിപ്പൂറുകളും ബർമിത്സുവായും, ബർമിത്സുവ എന്ന് പറഞ്ഞാൽ 12 വയസ്സ് കഴിയുമ്പോൾ ഈശോനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ഒരു കർമ്മമുണ്ട്. അതാണ് ബർമിത്സുവ എന്ന് പറഞ്ഞാൽ ജൂയിഷ് റിച്വലാണ്. ഇതെല്ലാം ചെയ്യണം. അപ്പം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ഒരു സമൂഹം മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ജൂതമതത്തിലെ ഈ പഴയ ആചാരങ്ങളെല്ലാം കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മനുഷ്യർ അന്ന് തൊട്ടേ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇത് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ഉള്ളിലോട്ട് കയറിയെങ്കിലേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ എങ്ങനെയെങ്കിലും ഒന്ന് തടയിടണം എന്നുള്ളതായിരുന്നു ദുഷ്ടാരൂപിയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ തടയിടുക, മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂച്ചുഫലം ഇടുക എന്നുള്ളതാണ് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദുഷ്ടാരൂപിയുടെ എല്ലാ പ്രവർത്തനങ്ങളും തകരും. യേശു ക്രൂശിന് അതിനുവേണ്ട വില മുഴുവൻ കൊടുത്തു. ഇനി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതി ദൈവത്തിൻ്റെ ഉള്ളിലുണ്ട്. നീ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതികൾ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ മറ്റു മതങ്ങൾ ഭൂമിയിൽ ജനിക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പം ജൂതമതത്തിൽ നിന്നുണ്ടായ ഈ ഒരു പെർസിക്യൂഷൻ്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞു. ജൂതന്മാർ ലോകം മുഴുവനും ചിതറിക്കപ്പെട്ടു. ഈ ഒരു ടൈമിൽ ജൂതമതത്തിലെ പല കാര്യങ്ങളും, എന്നാൽ ജൂതന്മാർ ഒരിക്കലും അന്നും ഒരിക്കലും ഇവരെ മറ്റ് സമൂഹത്തിൽപ്പെട്ടവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. ജൂതന്മാരെ ഇങ്ങനെ ജൂവിഷ് അല്ലാത്ത അതിന് ചുറ്റുവട്ടങ്ങളിലുള്ള പല കാസ്റ്റുകളും ഇങ്ങനെ വളരെ ഭയത്തോടു കൂടി, അല്ലെങ്കിൽ അവരുടെ ഓരോ രീതികളും, ഇപ്പം കൽപ്പനകളും പ്രാർത്ഥനകളും ഇതെല്ലാം അവർക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈശോയിലൂടെ സുവിശേഷം ലോകം മുഴുവനിലേക്കും എത്തപ്പെടാൻ വേണ്ടി തുടങ്ങി. ഈ സുവിശേഷം ലോകം മുഴുവനിലേക്കും പകരപ്പെടുവാൻ അല്ലെങ്കിൽ എത്തിപ്പെടുവാൻ തുടങ്ങിയപ്പോൾ, ഈശോയുടെ ശിഷ്യന്മാരിലൂടെ റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരെയും പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക് ദൈവം സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും മനസ്സിലായി. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ വേണ്ടി തുടങ്ങി. എല്ലാ മനുഷ്യരിലും പരിശുദ്ധാത്മാവിന്റെ കൃപകൾ വർഷിക്കപ്പെടുവാൻ വേണ്ടി തുടങ്ങി. സകല ജനതകളും ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ വേണ്ടി തുടങ്ങി. ഇന്നും ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനായിട്ടുണ്ട്. എവിടെ 2-3 പേര് ഒരുമിച്ച് സ്നേഹത്തെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ആ ഒരു ലാവിഷ്നെസ്സിനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ സ്പർശിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കുറഞ്ഞു വന്ന ഒരു ടൈം, കുറഞ്ഞു വന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഹിസ്റ്റോറിക്കലി നമ്മളതിനെക്കുറിച്ചൊരു ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കാലഘട്ടത്തിൽ പേഗൻ റിലീജിയനിലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സാർവത്രിക സഭയിൽ വിശ്വസിച്ച മനുഷ്യരുടെ ഇടയിലോട്ട് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു ടൈമിലാണ് ഇസ്ലാം എന്ന റിലീജിയൻ പോലും ഭൂമിയിൽ പിറവിയെടുക്കുന്നത്. ആ റിലീജിയൻ പിറവിയെടുത്തപ്പോൾ ജൂതന്മാരിൽ ഉണ്ടായിരുന്ന ഈ സിസ്റ്റംസ് എല്ലാം തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ തന്നെ അതിനകത്ത് പോസിറ്റീവായ കുറേ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇക്വാലിറ്റി, കുറേ കാര്യങ്ങൾ.
എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ്? ഇഫ് യു തിങ്ക് ഓപ്പൺലി, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എന്താണ്? നമ്മൾ ഈ വിശ്വാസങ്ങളെല്ലാം തുറന്ന മനസ്സോടുകൂടി ദൈവം അതിന് എനിക്കൊരു അവസരം ദൈവം തന്നാണ്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കും, ജൂയിഷ് റിലീജിയൻ എന്താണെന്ന് മനസ്സിലാക്കും, ഹൈന്ദവ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കും. നമ്മളിതെല്ലാം മനസ്സിലാക്കണം. തുറന്ന മനസ്സോടുകൂടി മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്താണ്, ദൈവം എന്താണ് വചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും നമുക്കിത് ദിസ് ഈസ് ബെറ്റർ, ഇത് കമ്പാരിസൺ അല്ല, ഇത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, അവന്റെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് സൗഖ്യമാകണം. എല്ലാ മനുഷ്യനും ഏതെങ്കിലും രീതിയിലൊക്കെ മുറിയപ്പെട്ടിട്ടുണ്ട്, വേദനിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ആരെങ്കിലുമൊക്കെ മുറിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ വേദനകൾക്കുള്ളിലേക്ക് സൗഖ്യം കിട്ടണം. ഈ ഭൂമിയിൽ ജനിച്ച ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൂതനാകട്ടെ, ബുദ്ധനാകട്ടെ, മുസ്ലിം ആകട്ടെ, ആരും ഡയറക്റ്റ്ലി ദൈവത്തെ നേരിട്ട് കണ്ടു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് വരത്തില്ല. വിഷനിലൂടെയും ദർശനങ്ങളിലൂടെ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ എല്ലാ മനുഷ്യരിലും കോമൺ ആയിട്ടുള്ള കാര്യം എന്താ? കോമൺ ആയിട്ടുള്ള കാര്യം അവരുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുറിവുകൾ ഉള്ളിൽ കിടപ്പുണ്ട്. ആ മുറിവുകൾക്ക് സൗഖ്യം നൽകാൻ ഒരാൾക്കാണ് പറ്റുന്നത്. മുറിയപ്പെട്ട ദൈവവചനമാകുന്ന ഈശോ എന്ന റിലീജിയസ് ഫിഗറിനെ അല്ല, റിലീജിയസ് ആയിട്ട് ക്രിസ്ത്യാനികൾ ദൈവം എന്ന് പറയുമ്പോൾ അത് വേറെ വിഭാഗത്തിൽപ്പെടും. അങ്ങനെയല്ല, നിനക്ക് വേണ്ടി മുറിയപ്പെട്ട, തുളയ്ക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാകുമ്പോൾ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഒരു വലിയ സൗഖ്യം കടന്നു വരികയാണ്. ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം എന്താ? ഹൈന്ദവ വിശ്വാസത്തിൽ പറയുന്നത് ഈശ്വരൻ ദശാകാലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയും, അല്ലേ? ഓരോ കാലങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്താ? ഹൈന്ദവ വിശ്വാസം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മറ്റു വിശ്വാസത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താ? ഈ കാലങ്ങളെല്ലാം ഈശ്വരൻ കൊടുത്തേക്കുമാണ്. ഈ കാലങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ എളിമപ്പെട്ട് അതെല്ലാം ദൈവത്തെ കൂടുതൽ അറിയാനുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഇപ്പൊ ഭക്തി എന്നുള്ളത് പോലും അത് എങ്ങനെ, എവിടെ, ആരോട്, എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല. ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിലും മനസ്സിൽ പരമമായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിറയപ്പെടുന്നതിന് വേണ്ടിയാണ്. പരമാത്മാവിന്റെ ശക്തി ജീവാത്മാവിൽ നിറയപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അത് യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിനോ ഏത് ദൈവസങ്കല്പങ്ങളോട് പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും ഹൈന്ദവ വിശ്വാസം എതിരല്ല. ഈ കാര്യം ഒരു മനുഷ്യന്റെ ആത്മാവിൽ സംഭവിക്കണം. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെടുന്ന ഈ കാര്യം, ഇതാണ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്തിലേക്കാണ് നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം എന്നുള്ളത് ഇത് അവൻ തെറ്റി, ഇവൻ ഞാൻ മാത്രം ശരി, അവൻ മുഴുവൻ റോങ് എന്ന് പറയുന്നതല്ല ദൈവത്തിന്റെ വചനം. ബൈബിൾ നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി പുതിയ നിയമം വായിക്കണം. ഇറ്റ് ഈസ് റിട്ടൺ ടു ലെറ്റ് യു നോ ദാറ്റ് യു നീഡ് ഹെൽപ്പ് ആൻഡ് ഗോഡ് ഈസ് ഹിയർ ടു ഹെൽപ്പ് യു. നിനക്ക് ഹെൽപ്പ് വേണം, നിന്നെ സഹായിക്കുവാൻ ദൈവം സമീപസ്ഥനാണ്. ആ സമീപസ്ഥനായ ദൈവത്തിന് ഒരു മനുഷ്യന് വേണ്ടി ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? നമ്മുടെ ആത്മാവിൽ വന്ന് നമ്മളെ പരമമായ ആത്മാവ്, പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുക. ആ ശക്തിയാണ് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾക്കായി കടന്നു വരുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി ബലിയായി തീർന്നത്. കർത്താവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്ത് ഇന്ന് വിശ്വസിക്കുന്ന നമ്മളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കടന്നു വരുന്നു. ഈ ആത്മാവിന്റെ ശക്തി ലഭിച്ച ഒരു വ്യക്തിക്കാണ് നല്ല മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുന്നത്, വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടെ കേൾക്കണം. ആത്മാവിന്റെ ശക്തിയിൽ നിലനിന്ന് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് ആത്മാവിന്റെ ശക്തിയിൽ നിലനിന്ന് വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും എന്നുള്ളത് ഈ ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവം വിളിക്കുകയാണ്. ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ന് റമദാൻ ദിവസമാണ്, അല്ലെ? മുസ്ലിങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുഴുവനായിട്ട് ഒരു ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രാർത്ഥനയുടെ മുഴുവൻ ഇവർ വിശ്വസിക്കുന്ന യേശുക്രിസ്തു വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ പഴയ നിയമത്തിലെ അല്ലെങ്കിൽ ദൈവം പ്രവാചകന്മാരിലൂടെ കൽപ്പിച്ചിട്ടുള്ള ഈ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നവർ ദൈവത്തിന്റെ അരികിലേക്ക് യേശു വന്ന് ഏറ്റെടുക്കുമെന്നൊരു വിശ്വാസമാണ് ഇവരുടെ വിശ്വാസം. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം, ആ
കർത്താവിൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ആണിപ്പഴുതുള്ള കൈകൾ നൽകുന്ന സന്ദേശം എന്താണെന്ന് ഈ ജനം യേശുവിൻ്റെ വരവിന് മുൻപ് ആ റെവലേഷൻ ഒന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശബ്ദമാണ് ക്രിസ്തു എന്നാണ് ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തെക്കുറിച്ചുള്ള മിസ്റ്ററികളാണ് ഇതെല്ലാം. ദൈവത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ തുറന്നു പറയട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നാണ്. ഇത് ബുദ്ധിയുടെ തലത്തിൽ ഇത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ട്രിനിറ്റി ആകട്ടെ, പല മിസ്റ്ററികൾ, ഇതൊന്നും ഡിബേറ്റ് നടത്തിയോ വാഗ്വാദം നടത്തിയോ പ്രൂവ് ചെയ്യുന്ന സംഭവങ്ങളല്ല. എൻ്റെ വിശ്വാസം ഇതാണെന്ന് എനിക്ക് സ്റ്റേറ്റ് ചെയ്ത് പറയാം. പക്ഷേ പണ്ട് സെയിൻറ്റ് അഗസ്റ്റിൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മാലാഖ വന്നു. ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ കടൽ തീരത്തൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വിഷനായിട്ടാണ്, ഡയറക്റ്റായിട്ട് അദ്ദേഹം കാണും. വിഷനിലാണെന്ന് ഞാൻ വിശ്വസിക്കും. ഒരു മാലാഖ വന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു കക്കയ്ക്കകത്ത് കോഴി, കടലിലെ വെള്ളം ഇങ്ങനെ കരയിലോട്ട് ഇങ്ങനെ കോരി ഒഴിക്കും. അപ്പം സെയിൻറ്റ് അഗസ്റ്റിൻ ചോദിച്ചു, നീ എന്നാ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം മുഴുവൻ വറ്റിക്കാൻ വേണ്ടി നോക്കും. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പം ചിന്തിക്കുന്ന അതുപോലത്തെ കാര്യമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. ദൈവം തന്നെയാകുന്ന ക്രിസ്തു, വചനം, ദൈവത്തിൻ്റെ വചനം. ഈ ഒരു മിസ്റ്ററി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോഴാണ്, ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ തുറക്കപ്പെടും. നമ്മൾ ചില വീട്ടിലെ ചില വാതിൽ തുറക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചില സേഫൊക്കെ തുറക്കണമെങ്കിൽ അതിനുവേണ്ടി പെർഫെക്റ്റ് ആയിട്ട് ചില കീ ഉണ്ട്. ആ കീ ഇട്ടെങ്കിലേ ഉള്ളൂ അത് തുറക്കാൻ പറ്റത്തുള്ളൂ. ചില അറകൾ തുറക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മളിങ്ങനെ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഭൂമി മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞു ബുദ്ധി കൊണ്ട് ചിന്തിച്ച ചില കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. എന്നാൽ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടുമ്പോൾ ആത്മാവിൻ്റെ ലോകം തുറക്കപ്പെടും. ആത്മാവിൻ്റെ ലോകത്തിനകത്താണ് ആത്മാവിൻ്റെ സ്വർഗത്തിൻ്റെ രാജാവ്, ദ കിങ് ഓഫ് കിങ്സ്. അവൻ സ്നേഹത്തിൻ്റെ രാജാവാണ്. ആ സ്നേഹത്തിൻ്റെ രാജാവിനെ മനസ്സിലാക്കണമെങ്കിൽ ജൂതന്മാർക്ക് ഏകദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ജൂതന്മാർക്ക് 10 കൽപ്പനകളുണ്ടായിരുന്നു. ജൂതന്മാർക്ക് സർക്കംസിഷൻ ഉണ്ടായിരുന്നു. ജൂതന്മാർക്ക് പല കാര്യങ്ങളും അറിയായിരുന്നു. പക്ഷെ അവർ ഹൃദയം കഠിനപ്പെട്ടു പോയി. മറ്റ് വംശത്തിൽപ്പെട്ടവരെ അവർ റിലീജിയന്റെ പേരിൽ അവർ ആക്രമിക്കുമായിരുന്നു, കൊന്നുകളയുമായിരുന്നു. കർത്താവിനെ പോലും ക്രൂശിക്കുന്നതിന് കൂടെ നിന്നു, റോമാക്കാരുടെ കൂടെ നിന്നു, അട്ടഹസിച്ചു. അവരുടെ റിലീജിയനും റിലീജിയസ് സ്പിരിറ്റും ആത്മാവിന്റെ തലത്തിലേക്ക് അവരെ എത്തിച്ചില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദൈവം തെരഞ്ഞെടുത്ത ജനമാണ്. പക്ഷെ അവർക്ക് പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹത്തിലേക്ക്, ദൈവം സ്നേഹമാകുന്നു, ആ സ്നേഹമാകുന്ന ദൈവം നൽകുന്ന ആന്തരിക സൗഖ്യം ലഭിക്കാതിരുന്നപ്പോൾ അവരിൽ സംഭവിച്ചതാണ്. ഇത് ആർക്ക് സംഭവിക്കാം? ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെന്ന് വെച്ചതുകൊണ്ടോ, പെന്തക്കോസ്തുകാരനാണെന്ന് പറഞ്ഞതുകൊണ്ടോ, കരിസ്മാറ്റിക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ടോ, 50 ദിവസം 100 ദിവസം ഉപവസിച്ചെന്ന് പറഞ്ഞതുകൊണ്ടോ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞതുകൊണ്ടോ, ഇതൊന്നും പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. ഇതൊക്കെ ആർക്ക് സംഭവിക്കാം? ഹൃദയം കഠിനപ്പെട്ടു പോകാം. കഠിനപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ആത്മാവിൽ നമ്മൾ അനുഭവിച്ചറിയണം. അപ്പം ഇത് എന്നോടും നിങ്ങളോടുള്ള മെസ്സേജാണ്. ക്രിസ്ത്യാനിയാണ്, ഈശോനെ അറിഞ്ഞു, കരിസ്മാറ്റിക് ആണ്, പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഈ ഫെലോഷിപ്പിനകത്ത് നിലനിന്ന് മുൻപോട്ട് പോകും. ആ ഫെലോഷിപ്പിനകത്ത് നിലനിന്ന് മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുവാൻ സാധിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ സാധിക്കും. ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഏതെങ്കിലും മതം ബെറ്ററാണ്, ആ മതം ഈ മതം മറ്റേ മതത്തെക്കാളും ഗ്രേറ്ററാണ്, ബെറ്ററാണെന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. ദൈവവചനം നൽകുന്ന റെവലേഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. God has no religion. He's not into religion. He's into transforming your heart through the power of the Holy Spirit. And for that, അതിനായിട്ട് ക്രിസ്തു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ഞാൻ ഒരിക്കലൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കുക. എൻ്റെ സ്റ്റുഡൻസ് മുഴുവൻ മുസ്ലിംസ്, സിമ്പിൾ മനുഷ്യർ. എൻ്റെ എല്ലാ ക്ലാസ്സും തുടങ്ങുന്നതും അവസാനിക്കുന്നതും പ്രാർത്ഥനയിലാണ്. ഇതുപോലെ റമദാൻ്റെ ഒരു പീരീഡാണ്. ഈ പിള്ളേരൊന്നും പച്ചവെള്ളം കുടിച്ചിട്ടില്ല, ഭയങ്കര വിശന്ന് പൊരിഞ്ഞ് രാവിലെ തൊട്ട് ക്ലാസ് കേട്ടിരിക്കും. അവസാനം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം
ഞാൻ ഓർത്ത് ദൈവമേ ഇവർ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് എങ്ങനെയാണ് ഇവർ എൻ്റെ പ്രാർത്ഥന ഉൾക്കൊള്ളുക. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ മൂവ് ചെയ്ത് അവിടെ ചില വ്യക്തികളെ തൊട്ടു, ഈശോ തൊട്ടു, സൗഖ്യം കൊടുത്തു. അപ്പം ഇവർ ഈ പിള്ളേരെല്ലാം കണ്ണടച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് പിള്ളേരെല്ലാം കണ്ണടച്ചു. ചില വ്യക്തികൾക്ക് യേശു അടുത്ത് വന്ന് ഇങ്ങനെ തൊടുന്ന അനുഭവം ഉണ്ടായി. ചിലർക്ക് രോഗസൗഖ്യങ്ങൾ കിട്ടി. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അവർ പിന്നീട് ഞാനിങ്ങനെ ട്രെയിനിങ് ക്ലാസ് സെഷൻസ് എടുക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ചിലർക്ക് യേശുവിൻ്റെ ദർശനങ്ങൾ ഉണ്ടാകാറുണ്ട്, യേശു സ്വപ്നത്തിൽ വരാറുണ്ട്. അപ്പം ഞാൻ ദൈവമേ അതായത് എത്ര യൂത്ത് കത്തോലിക്കരായിട്ട് പിള്ളേർ ചോദിച്ച് ഈ അനുഭവം ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. കത്തോലിക്കരായിട്ടുള്ളവർക്കും കരിസ്മാറ്റിക് ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവത്തിൻ്റെ ഹൃദയം ആഗ്രഹിക്കുകയാണ് ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയണം. സകല ജഡവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു പോകണം. എല്ലാ മനുഷ്യരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയണം. ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ ഈ ഒരു മാസം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. മുസ്ലിങ്ങളായിട്ടുള്ളത്, ക്രൈസ്തവർ നോയമ്പിലും പ്രാർത്ഥനയിലും ലെന്റിലും സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം. നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാ ജനങ്ങളിലും നിറയട്ടെ. ആ പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ഹയർ ലെവലിലേക്ക് ഒരു വ്യക്തിക്ക് ഉയരാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ആന്തരിക സൗഖ്യം ലഭിക്കുമ്പോഴാണ്. ആ ആന്തരിക സൗഖ്യം ലഭിക്കണമെങ്കിൽ ക്രൂശിതനായവനെ മനസ്സിലാക്കണം. തുറന്ന മനസ്സോടുകൂടി ഈശ്വരൻ അന്വേഷിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കുരിശിന്റെ ചുവട്ടിലൂടെ കയറി ഇറങ്ങി പോകാതിരിക്കാൻ പറ്റത്തില്ല. ഐ വിൽ സേ വാട്ട് ഐ ഹാവ് സെഡ് അഗെയിൻ. തുറന്ന മനസ്സോടുകൂടി. ഈ ഭൂമിയിൽ ഒരുപാട് റിലീജിയൻ ഉണ്ട്. സൊറാസ്ട്രിയൻ മതമുണ്ട്, ബാഹായി മതമുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ക്രിസ്ത്യൻ, ഇസ്ലാം, ഹിന്ദു മാത്രമൊന്നുമല്ല. ബുദ്ധിസം ഉണ്ട്, ജൈനിസം, അതൊക്കെ നമുക്കറിയാം. അതൊന്നും അറിയാതെ ഒരുപാട് റിലീജിയൻസ് ഉണ്ട്. ഇങ്ങനെ കുറേ മനുഷ്യരോട് എനിക്കിങ്ങനെ തുറന്ന മനസ്സിൽ ഇവരോടൊക്കെ കുറേ വർഷങ്ങൾ സംസാരിക്കാനും ഇടപെടാനൊക്കെ ദൈവം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്ത ചില കാര്യങ്ങൾ, അതായത് തുറന്ന മനസ്സോടുകൂടി ഈശ്വരനെ തെരഞ്ഞ വ്യക്തികൾ, they will definitely come around the cross. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ഇടയിലൂടെ കടന്നു പോകാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം കടത്തി വിടുക, അവരെ മനസ്സിലാക്കി കൊടുക്കും. ക്രിസ്ത്യൻ റിലീജിയൻ അല്ല, അതിനപ്പുറമായിട്ട് ക്രൂശിതന്റെ മനസ്സിന്, why did he die on that cross for you? എന്തിനു വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് ക്രൂശിൽ മരിച്ചത്? ഇത് റെവലേഷൻ. ദിസ് ഈസ് എ റെവലേഷൻ. എന്തിനു വേണ്ടിയാണ് ക്രൂശിൽ അവൻ മരിച്ചത്? Why did he die? അതൊരു ആത്മാവ് മനുഷ്യനായി ഭൂമിയിൽ, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഡിസ്കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവൻ ഒരു നിധി സ്വന്തമാക്കിയവന് തുല്യം. ഡിസ്കവർ